ഉത്തരേന്ത്യയിലെ സാധാരണ ഗലികളിൽ ഒന്നു മാത്രമായിരുന്ന ഹാഷിംപുരയെ ലോകമെങ്ങും കുപ്രശസ്തമാക്കിയത് 1987 നടന്ന ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു. ആ വർഷം റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇവിടെ നിന്നും PSCക്കാർ പിടിച്ചുകൊണ്ടുപോയ 47 യുവാക്കളിൽ 5 പേർ വെടിയേറ്റ പരിക്കുകളുമായി തിരിച്ചെത്തി. ശേഷിച്ചവരിൽ 18 പേരെ ശവങ്ങളായി കണ്ടെടുത്തു. 24 പേർ ഇപ്പോഴും ഹാഷിംപുരയിലേക്ക് മടങ്ങിയെത്താനുണ്ട്. മീഡിയ വൺ അന്വേഷിക്കുന്നു, എന്തായിരുന്നു ഹാഷിംപുരയിൽ അന്ന് നടന്നത്? മെയ് മാസം 23-ാം തീയതി റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടിയായിരുന്നു അത്. ഉത്തരേന്ത്യയിലെ കഠിനമായ ചൂടും ദൈർഘ്യം കൂടിയ പകലും ആലസ്യത്തിലേക്ക് തള്ളിയിട്ട ഹാഷിംപുര എന്ന മീറത്തിലെ കോളനി. ദിവസങ്ങളായി തുടരുന്ന കർഫ്യൂ ജനങ്ങളെ വീടുകൾക്കകത്ത് തളച്ചിട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പട്ടാളത്തിൻ്റെ റോന്തു ചുറ്റലും പോലീസിൻ്റെ അസ്വാഭാവികമായ നീക്കങ്ങളും മൊഹല്ലയിൽ സജീവമായിരുന്നു. അയോധ്യയിലെ ബാബരി മസ്ജിദ് വളപ്പിനകത്ത് ശിലാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി സർക്കാർ അനുവാദം നൽകിയതിനെ തുടർന്ന് വർഗീയ സംഘർഷങ്ങൾ തലപൊക്കുന്ന കാലം കൂടിയായിരുന്നു അത്. BJPയുടെ അയോധ്യ ശിലാപൂജകൾ നാടൊട്ടുക്കും നടക്കുന്നു. മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ പോലീസും സൈന്യവുമൊക്കെ പതിവിൽ കവിഞ്ഞ ഉത്സാഹം കാണിക്കുന്നുണ്ടായിരുന്നു. വർഗീയ സംഘർഷം കത്തിച്ചെടുക്കാനുള്ള സാമൂഹിക വിരുദ്ധരുടെ നീക്കങ്ങളും സജീവം. എന്നാൽ ചുറ്റിലും ഹിന്ദു കോളനികൾ ഉണ്ടായിട്ടും ഹാഷിംപുരയിൽ അസാധാരണമായ ഒന്നും സംഭവിച്ചിരുന്നില്ല. दिन से ये देश आज़ाद हुआ है हमारा, इस हमारे पूरे रोड पे झगड़ों में कोई मर्डर नहीं हुआ आज तक, किसी को मारा नहीं है, किसी को लूटा नहीं है, किसी के पैसे नहीं छीने आज तक. हमारे मोहल्ले में आज भी हिंदू परिवार रहते हैं और उस टाइम भी रहते थे. നുണപ്രചരണങ്ങൾ കാറ്റുപോലെ പടർന്നു. ഉത്തരേന്ത്യൻ നഗരങ്ങളുടെ ഉൾമടക്കുകളിൽ വർഗീയതയുടെ തീയാളാൻ തുടങ്ങി. മീറത്തിൽ പലയിടത്തും ആക്രമണം നടന്നു. 10 പേർ കൊല്ലപ്പെട്ടതോടെ നഗരം കർഫ്യൂവിൻ്റെ പിടിയിലമർന്നു. आर्मी वालों ने उनकी सब छतों पर जाके पोजीशन लिए. पोजीशन का मतलब ये था कि जैसे कोई बाहरी विदेशी हमला हो रहा हो, समझे जी, और हम पे कोई हमला करने आ रहा हो, इस तरह राफेल तनी हुई थी. और उसके बाद में PSC वाले जो हैं वो अपने घरों में घुसे और PSC वालों ने सब मर्दों को, लेडीज़ को और बच्चों को तो कुछ कहा नहीं है, लेकिन सब मर्दों को, चाहे वो 60 साल का बोला हो, 50 साल का बोला हो या 10 साल का बच्चा हो, सबको ही मर्द को निकाल के और बाहर ले गए मारते पीटते हुए. നഗരങ്ങളെ കാത്തുരക്ഷിക്കാനായി അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗ് മീറത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിൽ നിന്നും അന്നത്തെ മീറത്ത് MP മുഹ്സിന കിദ്വായിയെ മുഖ്യമന്ത്രി മാറ്റി നിർത്തി. നഗരത്തിന്റെ നിയന്ത്രണം പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി എന്ന അർദ്ധസൈനിക വിഭാഗത്തെ ഏൽപ്പിക്കാൻ ധാരണയായി. CRPF ജവാന്മാർ PSCയെ സഹായിക്കണമെന്നും തീരുമാനിച്ചു. एक अफवाह उड़ी थी कि मुसलमानों ने बैंक कॉलोनी जो शहर हापुड़ रोड में है उसको ख़त्म कर दिया गया है. तो उसी अफवाह के दौरान एक मीटिंग की गई और वीर बहादुर जो मुख्यमंत्री उस वक्त थे उनको कताई मील के अंदर एक मीटिंग हुई और मीटिंग के तहत ये पूरा प्लानिंग बनाया गया. 22-ാം തീയതിയോടെ ഹാഷിംപുര പൂർണ്ണമായും പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലായി. 23-ന് 4 മണിയോടെ PSCയും പട്ടാളവും ഹാഷിംപുരയെ 4 ഭാഗത്തു നിന്നും വളഞ്ഞു. വീടുകളിൽ നിന്നും പുരുഷന്മാരെ ഒന്നൊഴിയാതെ വളഞ്ഞുപിടിച്ച് പുറത്തെ മെയിൻ റോഡിലേക്ക് കൊണ്ടുവന്നു. പട്ടാളക്കാർ വീടുകളിൽ ഭീകരാന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചതെന്നും തടവിലെടുക്കുന്നവരെ ഒരു കാരണവുമില്ലാതെ അടിച്ചു ചതക്കുകയായിരുന്നുവെന്നും മൊഴി നൽകുന്നവരുണ്ട്. खून में कपड़े हो रहे पूरे, फिर बिल्कुल लाल कपड़े थे. तो वहाँ ये पोजीशन थी कि बेटा बाप को नहीं पहचान रहा है और बाप बेटे को नहीं पहचान रहा है, भैया भैया को, क्योंकि पिटाई इतनी हुई थी कि खून इतना था कि उसकी सूरत इतनी मोटी मोटी देखी मैंने लोगों की. अगर आँख पे लगी हुई तो इतनी मोटी आँख है, यूँ दिखाई नहीं दे रहा उसको, ये भी आँख बंद है, ये बिल्कुल बंद हो गई, यूँ इतना सा दिखाई दे रहा, उसको कुछ नज़र नहीं आ रहा. റമദാൻ വ്രതം അനുഷ്ഠിച്ചിരുന്ന ഈ ആളുകളെ മണിക്കൂറുകളോളം റോട്ടിൽ കുനിച്ചിരുത്തി. വൃദ്ധരും കുട്ടികളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. കാഴ്ചയിൽ അവസരമെന്ന് തോന്നിയ വൃദ്ധരെയും തീരെ ചെറിയ കുട്ടികളെയും പട്ടാളക്കാർ പിന്നീട് മാറ്റി നിർത്തി. ശേഷിച്ചവരെ PSCയുടെ 18 ട്രക്കുകളിൽ കുത്തിനിറച്ച് ജയിലുകളിലേക്ക് നീക്കാൻ ആരംഭിച്ചു. ആദ്യം നഗരത്തിലെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഇവരുടെ യാത്ര. കൊടിയ പീഡനത്തിൻ്റെ കാളരാത്രിയായിരുന്നു അത്. जो भी अगर पानी कोई मांगे था तो यूँ ठोकर मारते थे, पानी पिएगा तो ब्लड नीचे, ये कंडीशन थी.
पोई भी नहीं सके था कोई। അവസാനത്തെ PSC ട്രക്കിലേക്ക് കയറാൻ വിധിക്കപ്പെട്ടവരെയാണ് മുറാദ് നഗർ കനാലിൻ്റെ കരയിൽ കൂട്ടമരണം കാത്തുനിന്നത്. 47 പേരായിരുന്നു ആ സംഘത്തിൽ. ആരുടെയും തല പുറത്ത് കാണാനാവാത്ത വിധം അവരെ ട്രക്കിൻ്റെ പിന്നിൽ നിലത്ത് കുനിച്ചിരുത്തി. മണിക്കൂറുകളോളം മീറത്ത് നഗരത്തിൽ ഈ ട്രക്കുമായി അലഞ്ഞ PSCക്കാർ ഒടുവിൽ രാത്രി 10 മണിയോടെയാണ് കനാലിൻ്റെ കരയിലെത്തുന്നത്. ട്രക്കിൻ്റെ ലൈറ്റുകൾ അണച്ച് യാസീൻ എന്ന ആദ്യത്തെ ഇരയെ PSCക്കാർ വലിച്ചിറക്കി. तो एक हमारे यहाँ के जिनके सबसे पहले गोली लगी थी, यासीन नाम था उनका, वो आधे पानी में थे, आधे बाहर पड़े थे घास के ऊपर झाड़ के उल्टे। तो जब मैंने उनको मैंने उनको जो उन्होंने आवाज़ दी बचाओ बचाओ, मैं जो उनके पास गया तो मैंने जो उनके पीछे से जो हाथ डाला तो मेरे यहाँ उनका पूरा शरीर फटा हुआ था, मेरा इतना हाथ उनके शरीर के अंदर चले गए और इतने ज़ोर से चिल्लाए वो, बहुत ज़ोर से, और फ़ौरन वो ख़त्म हो गए. സുൽഫിക്കർ നാസർ രക്ഷപ്പെട്ടത് തലനാരിഴക്കായിരുന്നു. ട്രക്കിൽ നിന്നും മൂന്നാമത്തെ ആളായാണ് അന്ന് 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നാസറിനെ വലിച്ചിറക്കിയത്. 2 PSCക്കാർ ഇരുവശത്തു നിന്നും ബലമായി പിടിച്ചു വെക്കുകയും മൂന്നാമതൊരു ജവാൻ നിറയുതിർക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. വെടിയുണ്ട നാസറിൻ്റെ വലതു മുതുകിന് താഴെയായി ശരീരം തുളച്ച് കടന്നുപോയി. മരിച്ചു എന്ന ധാരണയിൽ PSCക്കാർ കനാലിലേക്ക് നാസറിനെ വലിച്ചിട്ടു. अंधेरा बहुत ज़्यादा था, रात हो चुकी थी, 9-10 बजे का टाइम था, इसलिए उन्हें नहीं पता कि गोली कहाँ लगी थी. मैंने मरने का नाटक किया, उन्होंने मुझे नहर में फेंक दिया. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതോടെ വാഹനത്തിൽ കൂട്ടനിലവിളി ഉയർന്നു. ഇതോടെ ട്രക്കിന് പുറത്തുനിന്നും അകത്തേക്ക് തുരുതുര വെടിവെച്ച PSCക്കാർ എല്ലാവരെയും നിശബ്ദരാക്കി. उसमें ट्रक में हम खड़े हो गए, इसी हिम्मत करके कि भाई इन पर टूट पड़ो, इसे सबको मारेंगे. हम जो खड़े हुए कूदने के लिए तो उन्होंने ट्रक के अंदर गोली चला दी. एकदम धड़ाधड़ गोली चली तो मेरे जल्ले के भी लग गई, अजहर के भी लग गई. ക്രൂരമായ ഫലിതങ്ങൾ പറഞ്ഞു രസിച്ചും ചാകാതെ പിടഞ്ഞുകൊണ്ടിരുന്നവരുടെ മരണം ഉറപ്പുവരുത്തിയും PSC ജവാന്മാരുടെ താണ്ഡവം മുന്നോട്ട് പോയി. मुझे उसके बाद में एक PSC वाला चढ़ा और उन्होंने मुझे पकड़ के नीचे तार के 2 ने पकड़ा, तीसरे ने मेरे गोली मार दी. मारने के बाद मैं नीचे को गिर पड़ा, ये कह के हाईला में मर गया. उन्होंने कहा इसे पानी में फेंक दो. ഇതിനിടെ അപ്രതീക്ഷിതമായി ആ വഴിയെ ഒരു സ്വകാര്യ ലോറി കടന്നു വന്നു. അപകടമണത്ത PSCക്കാർ ഈ വാഹനത്തെ സംഭവസ്ഥലത്തേക്ക് വരാതെ തടഞ്ഞു. ലൈറ്റുകൾ ഓഫ് ചെയ്യിച്ച് ആ വാഹനത്തിൻ്റെ മുന്നിൽ തങ്ങളുടെ മരണവണ്ടിയെ മുറാദ് നഗർ കനാലിൻ്റെ കരയിൽ നിന്നും അവർ പുറത്തേക്ക് ഓടിച്ചു കയറ്റി. ഈ വാഹനം പോയത് ഗാസിയാബാദിലെ ഹിൻഡൽ കനാലിനു നേരെയായിരുന്നു. വണ്ടിക്കകത്ത് ബാക്കിയുണ്ടായിരുന്ന മൃതദേഹങ്ങൾ ഈ കനാലിലാണ് ഒഴുക്കിവിട്ടത്. ഹിൻഡലിലേക്ക് വലിച്ചെറിയുമ്പോഴും ജീവനുണ്ടായിരുന്നവരിൽ മറ്റൊരാളാണ് ബാബുദ്ദീൻ. കേസിൽ നിർണായകമായി മാറിയ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ബാബുദ്ദീൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അന്നത്തെ ഗാസിയാബാദ് പോലീസ് സൂപ്രണ്ട് VN റായി ആയിരുന്നു ഈ FIR തയ്യാറാക്കിയത്. ഹാഷിം പുരക്കേസ് ഇന്നും കടപ്പെട്ടിരിക്കുന്നത് നീതിമാനായ ഈ പോലീസ് ഓഫീസറോടാണ്. This group of Muslims were picked up from another district. They were picked up from Meerut, which was adjoining to Ghaziabad, where I was the superintendent police, I was the SP. And those people were brought in my jurisdiction in Ghaziabad, and they were killed at 2 places. The second thing happened at about say 9 to 9:30, and by 10:30 I was informed about this incident by the local SHO, who came running to my house, SP residence, and he told me about സംഭവസ്ഥലത്തേക്ക് VN റായി പറഞ്ഞയച്ച പോലീസുകാരായിരുന്നു പരിക്കേറ്റ് കിടന്ന ബാബുദ്ദീനെ കണ്ടെത്തിയത്. मैं फिर ऊपर को आया तो उन्होंने मेरे से सारी बात पूछी, मेरा नाम पूछा और मैंने सारी बात बताई. तो उनके पास एक वायरलेस था, उन्होंने फ़ोन किया तो एक जीप आई. जीप पे और हमें बिठा करके लिंगरोड थाना गाजियाबाद के लिए भेज दिए, जहाँ पे मैंने रिपोर्ट दर्ज कराई. So we got this information from the survivor Babuddin, and that cases were registered against PSC, and bodies were taken out of canals. അന്ന് PSC കാണിച്ച കൊടും ക്രൂരതകൾ ക്യാമറ കണ്ണുകൾ പക്ഷെ പകർത്തിയിരുന്നു. ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് PSCക്കാർ അടിച്ചു ചതക്കുന്ന ദൃശ്യങ്ങൾ പോലും പുറം ലോകത്തെത്തി. वहाँ हाशिमपुरा में गया और चारों तरफ रोना ही रोना हो रहा था. आर्मी ऊपर खड़ी हुई थी, छतों के ऊपर लोगों को पीटा जा रहा था और बटों से मारा जा रहा था लोगों को, और मतलब गन का जो बट होता है उससे मारा जा रहा था. हॉकी थी उनके हाथ में, हॉकी से PSC वाले मार रहे थे इनोसेंट लोगों को. അർദ്ധസൈനികന്റെ കയ്യിൽ നിയമം അനുവദിക്കാത്ത ആയുധങ്ങൾ എങ്ങനെ വന്ന ചോദ്യവും നിരായുധരായ ആളുകളെ തോക്കിൻ്റെ മുനയിൽ ഭീഷണിപ്പെടുത്തുന്ന ചിത്രങ്ങളുമൊക്കെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു.
പ്രവീൺ ജെയിൻ അന്ന് പട്ടാളം കാണാതെ പകർത്തിയ ദൃശ്യങ്ങളാണ് പിൽക്കാലത്ത് കോടതിയിൽ തെളിവുകളായി മാറിയത്. इनोसेंट लोगों को, बूढ़े हो, जवान हो, वो सबको उठाया जा रहा था. फोटोग्राफी वॉज नॉट अलाउड. तो मैं छुप करके हाइड करके बैठ गया उधर. लोकल फोटोग्राफर गलियों में थे, सिर्फ गली में थे, लेकिन नॉट इनसाइड जहाँ पर ये सर्च ऑपरेशन हो रहा था. तो रिस्क लेकर के मैं गया. तब यंग भी था, तो 28 साल पहले की बात है. ജെയിൻ്റെ ചിത്രങ്ങൾ കോടതിയിലെത്തിയെങ്കിലും പ്രോസിക്യൂഷൻ അവയുടെ നെഗറ്റീവുകൾ ബോധപൂർവം വിട്ടുകളഞ്ഞു. പക്ഷേ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ നെഗറ്റീവുകൾ കോടതിയിൽ ഹാജരാക്കിയ ജെയിൻ കേസിലെ നിർണായക സാക്ഷിയായി മാറി. ഇന്ത്യൻ നിയമവാഴ്ചയുടെ ചരിത്രത്തിലെ ഏറ്റവും നെറികെട്ട പോലീസ് വിഭാഗങ്ങളിലൊന്നായി പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി അഥവാ PACയുടെ പേര് എഴുതിവെച്ച ഹാഷിംപുര കൂട്ടക്കൊലക്കേസ് നടന്നത് ഈ കനാലിന് സമീപത്തായിരുന്നു. 1987 മെയ് 22 അർദ്ധരാത്രിയിൽ മീറത്തിലെ ഹാഷിംപുരയിൽ നിന്നും പോലീസ് പിടികൂടിയ 42 യുവാക്കളെയാണ് PAC ഈ കനാലിലേക്ക് നിർദാക്ഷിണ്യം വെടിവെച്ച് തള്ളിയത്. 5 പേർ മാത്രമായിരുന്നു ആ കൂട്ടക്കൊലയിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടത്. നീണ്ട 22 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഒടുവിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട PACക്കാർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന്. ഹാഷിംപുര കൂട്ടക്കൊലക്കേസിൽ ഇനിയും കോടതി കയറാത്ത അധ്യായങ്ങൾ ബാക്കിയുണ്ട്. അതിൽപ്പെട്ടവയാണ് ജയിലിലും പോലീസ് സ്റ്റേഷനിലും കൊല്ലപ്പെട്ടവർ. അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നടന്ന കിരാതമർദ്ദനത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. 1-2 പേർ ജയിലിലും കൊല്ലപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്താത്ത ഇവരുടെ ശവങ്ങൾ 3-ാം ദിവസം നേരെ ഖബർസ്ഥാനിലേക്കാണ് എത്തിച്ചത്. പെരുന്നാൾ സമ്മാനമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മൃതദേഹങ്ങളെ വിശേഷിപ്പിച്ചതത്രേ. तो थाने में मैंने देखे 6 आदमी पड़े थे. 6 में से एक की सांस चल रही थी. हमारे पीछे रहते हैं नवाब भाई, तो उनकी सांस चल रही थी और 5 मरे हुए पड़े थे. हमारे मोहल्ले के, मैं जानता हूँ उनको. फिर उन लाशों को वहीं पड़ा रहने दिया होगा उन्होंने. वो ईद के दिन फिर तोहफा दिया. 6 दिन के बाद ईद थी. കൊല്ലപ്പെട്ടവരുടെ മുഖം ബന്ധുക്കൾ കാണാതിരിക്കാൻ തുണികൊണ്ട് മറച്ചിരുന്നു. അവരുടെ കാലുകൾ നോക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിരുന്നു പോലീസിൻ്റെ നിർബന്ധം. മയ്യിത്തുകൾ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവയുടെ മുകളിൽ ഉപ്പ് വാരി വിതരണമെന്നും പോലീസുകാർ നിർബന്ധിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. सुबह 4 बजे उन्होंने हमें कहा, लो अपना ईद का तोहफा ले लो. ईद का तोहफा हमने ले लिया. खैर मालिक का हुक्म था, ले लिया. फिर हमने रख के मैंने कहा इसकी नमाज होगी. हाँ, अब वो करके अब वो हो गया था. अब भैया मेरे एक बंदूक की बट मारी न्यू के इसमें नमक डाल गड्ढे में. मैंने नमक नहीं डाला भैया. 28 വർഷം ഇഴഞ്ഞു നീങ്ങിയ വിചാരണക്കൊടുവിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി PAC ജവാന്മാരെ കോടതി വിട്ടയക്കുമ്പോൾ അഞ്ജുമിന്റെ മുഖത്ത് നിസ്സംഗത. കേസ് നടത്തിപ്പിൽ മനമെടുത്ത് ഭർത്താവ് സലീം അഹമ്മദ് 2 വർഷങ്ങൾക്ക് മുമ്പേ ആത്മഹത്യ ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട ജ്യേഷ്ഠനും പിതാവിനും വേണ്ടിയുള്ള സലീമിന്റെ പോരാട്ടം ഇന്ന് അദ്ദേഹത്തെ കൂടുതൽ നിരാശപ്പെടുത്തിയേനെയെന്ന് അഞ്ജും ചൂണ്ടിക്കാട്ടുന്നു. ഭർത്താവിൻ്റെ ഹാർഡ്വെയർ കടയിലെ തുച്ഛമായ വരുമാനവുമായി ബുദ്ധിസ്ഥിരതയില്ലാത്ത മകനോടൊപ്പം ജീവിതത്തിൻ്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിലാണ് ഇന്ന് അഞ്ജും. उन्हें हर वक्त इंतज़ार था कि इसका सही वो निकल जाए, लेकिन आया ही नहीं. इंतज़ार ही करते करते कुछ इतने परेशान हो गए, मुकदमा लड़ते लड़ते, और वैसे कुछ माली हालात भी ख़राब हो गई. अब उन्होंने सुसाइड कर ली. PAC ജവാന്മാർ വിളിച്ചിറക്കി കൊണ്ടുപോയവരിൽ 24 പേരാണ് ഇനിയും മടങ്ങിയെത്താനുള്ളത്. അവർ മരിച്ചുവെന്ന് സർക്കാരിൻ്റെ രേഖകളിലില്ല. മരണവണ്ടിയിൽ ഇവരെയും കയറ്റിയിരുന്നുവെന്ന ചില സാക്ഷിമൊഴികളാണ് അവർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന സൂചന നൽകുന്നത്. കനാലിൽ ഒഴുകിപ്പോയിരിക്കാൻ ഇടയുള്ള ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനോ ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം നടത്താനോ സംസ്ഥാനത്തെയോ കേന്ദ്രത്തിലെയോ സർക്കാരുകൾ ഒരിക്കലും തയ്യാറായില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഗ്യാൻ പ്രകാശ് കമ്മിറ്റി കുറ്റവാളികളെക്കുറിച്ച് വ്യക്തമായ സൂചനകളോടെ സർക്കാരിന് റിപ്പോർട്ട് നൽകി. വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷവും ഈ റിപ്പോർട്ട് ഇന്നേ വരെ വെളിച്ചം കണ്ടിട്ടില്ല. भाई हो सकता है ये दिक्कत हो कि उसमें जो मुलजिम बनाए गए हैं वो 100 के 100% हो रहा हो. नाम भी दिया होगा. हाँ, नाम भी दिया होगा, सारी चीज़ आई होंगी उसके अंदर. हो सकता है इसी आधार पर रोक ली गई हो.
ഹാഷിംപുരയിലെ 42 പേർ അക്കാലത്ത് നടന്ന വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രോസിക്യൂഷന് തിടുക്കം. സാക്ഷികളായി മാറിയ ആ 5 പേർ വെടിവെപ്പിനെ അതിജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദിശയിലേക്കാവുമായിരുന്നു കേസിന്റെ ഒടുക്കം. God forbid there were no survivors of this massacre. The PSC had ensured from their end that there should be no witnesses or survivors. What happens in such a case? And then we wouldn't have to worry at all about an FIR or a case or any investigation or trial whatsoever. തുടക്കത്തിൽ 130-ലേറെ പേരുണ്ടായിരുന്ന പ്രതിപ്പട്ടികയിൽ ഒടുവിൽ 19 പോലീസുകാർ മാത്രമായി ബാക്കിയായി. കേസിൽ ഉൾപ്പെട്ടിരിക്കാനിടയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയുമൊക്കെ UP പോലീസിന്റെ പിൽക്കാല അന്വേഷണം രക്ഷപ്പെടുത്തി. My hunch was that there must be senior officers involved in it. Then there was another agency which was working there. Army was deployed there, and the role of army was also very from the very beginning I had doubts on their conduct. It was for the CBCID of the Uttar Pradesh police to establish the larger conspiracy. I have no doubt in my mind that persons other than these 19 persons and some people who were highly placed both in the UP police as well as politicians were perhaps behind this massacre, but that conspiracy had to be unearthed by the UP police. PSC ജവാന്മാർ ഉപയോഗിച്ച ട്രക്കും തോക്കുകളും ഒരിക്കലും കേസിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തില്ല. ചെലവാക്കുന്ന ഓരോ ഉണ്ടയും രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്ന സൈനിക സംവിധാനത്തിന് ഈ കുറ്റവാളികളെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. उस ट्रक को क्यों इतनी देर के बाद भेजा गया? आखिर वो ट्रक PSC का था, वो विक्टिम फैमिलीज के कंट्रोल में या सर्वाइवर्स के या उनके वकील के पास तो नहीं होते वो ट्रक कि हम डिसाइड करेंगे कौन FSL एग्जामिनेशन के लिए भेजा जाएगा. കേസിൽ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകണമെന്നും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ആവശ്യപ്പെടുന്നു. स्टेट का तो हक है अपील करने का. ऑफकोर्स अगर स्टेट नहीं करेगी तो ये प्राइवेट आदमी भी कर सकते हैं, मगर जो असली चीज़ बनती है वो तो स्टेट का फ़र्ज है. स्टेट इसमें से इनकार नहीं कर सकती. और जो बड़ी बात है स्टेट को, ये तो अपील की बात है. जहाँ जैसा मैंने कहा मुआवजा के लिए ये फैसला है सुप्रीम कोर्ट का कि जो इस तरह की ह्यूमन राइट वायलेशन होती है, ये ह्यूमन राइट वायलेशन है. ഇത് മലിയാന. 1987 വർഗീയ കലാപങ്ങളിൽ ഇന്ത്യയുടെ മനസാക്ഷി വിറങ്ങലിച്ച കുപ്രസിദ്ധമായ കലാപസ്ഥലങ്ങളിലൊന്ന്. ഇന്നും ഇവിടുത്തെ കണ്ണീരുണങ്ങിയിട്ടില്ല. ഹാഷിംപുരയിലെ ഇരകൾക്ക് നീതി തേടി കോടതിയുടെ വാതിലുകളിൽ മുട്ടാനെങ്കിലും കഴിഞ്ഞപ്പോൾ മലിയാനയിലെ ഇരകൾക്ക് ഇന്നും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇവരുടെ FIR പോലും കാണാനില്ല എന്നാണ് കോടതിയെ ഒടുവിൽ ഈ കേസിലെ ഇരകൾ അറിയിച്ചിരിക്കുന്നത്. ഹാഷിംപുര പോലെയോ അതിലേറെയോ അക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു കൂട്ടക്കൊലയായിരുന്നു മലിയാന. 86 പേർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്കുകളാണ് മലിയാനയിലെ ഗ്രാമീണർ പറയുന്നതെങ്കിൽ സർക്കാരിൻ്റെ ഭാഷയിൽ അത് 26 മാത്രമേ ഉള്ളൂ. ഹാഷിംപുര സംഭവത്തിൻ്റെ തൊട്ടുപിറ്റേ മലിയാന കൂട്ടക്കൊല. മലിയാനയിൽ പക്ഷേ PSC നേർക്കുനേരെ മുന്നിൽ വന്നില്ല. ചുറ്റിലും മറ്റു സമുദായങ്ങൾ താമസിക്കുന്ന മലിയാനയിലേക്ക് ആക്രമിക്കാനെത്തിയ ജനക്കൂട്ടത്തെ പിന്നിൽ നിന്ന് സഹായിക്കുകയായിരുന്നു PSC ചെയ്തത്. മുസ്ലിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് അവരുടെ വീടുകളുടെ മുകളിൽ കയറിപ്പറ്റിയ ജവാന്മാർ കൊള്ളയടിക്കാനെത്തിയ കലാപകാരികളെ സഹായിച്ചു. തടയാൻ ശ്രമിച്ചവരെയാണ് PSCക്കാർ വെടിവെച്ച് വീഴ്ത്തിയതെന്ന് ഗ്രാമീണർ കുറ്റപ്പെടുത്തുന്നു. हमारे इलाके के जितने मौजूद हिंदू भाई थे उनको बुलाकर बाकायदा समझाया गया कि आप लोग जो है सिर्फ बनियान में रहेंगे, हम गोली जो चलाएंगे वो बनियान वाले पे नहीं चलाएंगे, आप लोग बनियान में रहकर लूटमारी करेंगे, हम गोली चलाएंगे. ഹാഷിംപുര കേസിൽ ഇപ്പോഴത്തെ കോടതി വിധി വരുന്നതിനും എത്രയോ മുമ്പേ നിയമയുദ്ധത്തെക്കുറിച്ച് പ്രതീക്ഷ കൈയൊഴിച്ചവരാണ് മലിയാനക്കാർ. മലിയാന കൂട്ടക്കൊല കേസിലും PSC തന്നെയായിരുന്നു യഥാർത്ഥ പ്രതി. പക്ഷേ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ കുറേ അധികൃതർ ശ്രമിച്ചത്. പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയ FIR പോലും കാണാനില്ല എന്നാണ് 2010 പുറത്തുവന്ന വിവരം. 10-12 साल के बाद जब स्टार्टिंग हुई मुकदमे की दोबारा से, तो हम लोग गए तो इन लोगों ने क्या काम करा, जो ओरिजिनल FIR होती है
थाने की फर्स्ट FIR, उसी के मुताबिक जो है मुकदमा आगे बढ़ता है। इन लोगों ने वो FIR चुरा ली, गायब कर दी फाइल से। തീയതികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നീട്ടിക്കൊണ്ടുപോയി ഒടുവിലാണ് കോടതിയിൽ ഇങ്ങനെയൊരു വിവരം പ്രതിഭാഗം അഭിഭാഷകർ സമർപ്പിക്കുന്നത്. 1987 മുതൽ നീതിക്ക് വേണ്ടി കോടതി കയറിയിറങ്ങുന്ന ഇവർക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കോടതിയും പോലീസുമെല്ലാം ചേർന്ന് തങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ഈ ഗ്രാമീണരുടെ വിശ്വാസം. कहाँ से लाऊं भाई हम FIR? वो उनने भी पेंडिंग कर दिया, 5 साल हो गए कि पहले FIR लाओ। मैं कहाँ से लाऊं FIR? मेरे हाथ में FIR, कानून मंगाए ना। കല്ലുകൾ അടർന്നു വീണും ചായം മങ്ങിയും കാലം ഈ ഖബർസ്ഥാനെ മറവിയിലേക്ക് തള്ളിയിടുമ്പോഴും അന്നത്തെ ഓർമ്മകൾ ഇന്നും ഷാക്കിർ ഹസന്റെ ഉള്ളിൽ കനലരിയിക്കുന്നു. ഓരോ കുഴിയിലും 3-4 പേരെ വീതം അടക്കേണ്ടി വന്ന ആ ദിവസങ്ങൾ അദ്ദേഹം മറന്നിട്ടില്ല. राजीव गांधी जी आए थे हमारे सामने, हमने कुएं में देखा तो आर्मी उतार दी वहाँ कुएं में। उन्होंने जो पकड़ा तो लाशों के हाथ आ गए, हाथ में पैर आ गए, हाथ में जिस्म नहीं आया, मट्टी भर दी फिर उसके ऊपर। हमने सब जगह देखा, ये लाशें सारी उनकी हैं। एक घर में यहीं बराबर में हमला करके उसमें घर में आग लगा दी। 3 बच्चे थे, 2 माँ बाप थे, 5 की लाश एक साथ हमने अपने हाथों से दफनाई है। यहाँ पर ये कबर उनकी है, 5 बच्चों वालों की, और ये हमारे दोस्त की है, और बहुत सारे 2 जुड़ के इनकी दफनाए गए हैं। മലിയാനയിൽ ചെർനാക്ക ചെക്കിയുടെ സമീപത്തുണ്ടായിരുന്ന ഈ കിണറിൽ 18 കുടുംബങ്ങളെയാണ് അക്കാലത്ത് വെട്ടിയെറിഞ്ഞു തള്ളിയത്. ഈ കേസും വർഷങ്ങൾക്ക് ശേഷവും എവിടെയും എത്തിയിട്ടില്ല. മലിയാനയിലെ കുപ്രസിദ്ധമായ ആ കിണർ ഇന്ന് കാണാനാവില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പോൾ. PACയുടെ നേതൃത്വത്തിൽ കലാപകാരികൾക്ക് നേരത്തെ പെട്രോൾ വിതരണം ചെയ്തിരുന്നുവെന്നും അവരാണ് എല്ലാ അർത്ഥത്തിലും കലാപത്തിന് പിന്തുണ നൽകിയതെന്നും ഷാക്കിർ പറയുന്നു. PAC चारों तरफ से आई और गैर मुस्लिमों को सबको कहा इधर लूट लो। एक दिन पहले तेल बांटा यहाँ पेट्रोल पंप से, हम छत पे से खड़े होकर देख रहे थे। चारों तरफ से लूटा, आग लगा दो PAC ने। ഗുജറാത്തിൽ ഗർഭിണിയുടെ വയറ് കുത്തിത്തുറന്ന് ഭ്രൂണത്തെ തീയിലേക്കെറിഞ്ഞതിന് സമാനമായ വാർത്തകൾ അന്ന് മലിയാനയിലും കേട്ടിരുന്നു. ബല്ലു എന്ന 2 വയസ്സുകാരനെയാണ് കൂട്ടിയിട്ട് കത്തിച്ച സൈക്കിൾ റിക്ഷകളുടെ ചിതയിലേക്ക് കലാപകാരികൾ ജീവനോടെ വലിച്ചെറിഞ്ഞത്. ബല്ലുവിൻ്റെ അമ്മായി റസിയ ആ ദാരുണ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു. आग में जैसे भाग इधर से लगी तो एकदम गोली भर का आग में गेट दे, रिक्शे खड़े थे हमारे, तो उसमें फेंक दिया। यहाँ सब इकट्ठे थे, उसमें आकर आग लगाई रिक्शों में, और फिर उनका छोटा बच्चा था इस घर का, उसको उठाकर उस आग में जिंदा जला दिया गया। മലിയാനയിലെ വീടുകളിലൊന്നിൽ എരിഞ്ഞടങ്ങിയ സ്വന്തം ഭർത്തൃ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും വീട്ടിൽ ബാക്കിയായത് പേരിനൊരു പെൺതൊരി മാത്രം. ഗാസിയാബാദിലെ ബന്ധുഗൃഹത്തിൽ വിരുന്നു പോയപ്പോഴാണ് ആ കുട്ടി മാത്രം രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവർ സ്വന്തം വീട്ടിനകത്ത് കൂട്ടത്തോടെ എരിഞ്ഞമർന്നു. വീടിന് അവകാശം പറയാൻ പോലും ആരുമില്ലാതായി എന്ന് ഹബീബൻ ചൂണ്ടിക്കാട്ടുന്നു. पूरा कमरा ये वाला भी बना हुआ था, ये वाला भी कमरा बना हुआ था। यहाँ लेट्रिन गुसलखाना था, यहाँ मिले थे, इस वाले कमरे में जले हुए। മട്ടുപ്പാവിൽ നിന്ന് PACക്കാർ ഭർത്താവിനെ നിറയൊഴിച്ചു കൊല്ലുന്നതിന് ദൃക്സാക്ഷിയായ ഷക്കീല അവശവാർദ്ധക്യത്തിലും പൊരുതുകയാണ്. നീതിക്ക് വേണ്ടിയല്ല, എങ്ങുമെത്താതെ പോയ സ്വന്തം ജീവിതത്തിന്റെ തന്നെ അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിന്. बस ये तो जो हमारे नसीब में वो तो हो ही रहा है। ठीक, जब अपने बच्चे हो गए तो अपना वे करने लगे, जैसे भी कर रहे मेहनत मजदूरी, और वे कर रहे अपना। अभी छोटे लोंडा था जिसके धोरे में रहती हूँ, उसका पैर कट गया यहाँ से, तो उनने दुकानियों निकले जिन्हें 2 पैसे का सौदा ये रख कर बैठ जाओ, कर जाओ। ദാരുണമായ ആ നരനായാട്ടിൽ PACയുടെ പങ്കിനെക്കുറിച്ച് എത്രയെങ്കിലും സാക്ഷിമൊഴികളാണ് ഇന്നും ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഈ കുറ്റം തെളിയിക്കപ്പെടരുതെന്ന ഭരണകൂടത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാ നടപടിക്രമങ്ങളിലും മുഴച്ചു നിൽക്കുന്നത്. കുളങ്ങളിലേക്കും കിണറുകളിലേക്കും അഴുക്കുചാലുകളിലേക്കുമൊക്കെ കലാപകാരികൾ ഇരകളെ വെട്ടിയെറിഞ്ഞപ്പോൾ അവരെ സഹായിക്കേണ്ടിയിരുന്ന അർദ്ധസൈനിക വിഭാഗമായ പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി കലാപകാരികളോടൊപ്പം നിന്ന ഇന്ത്യയിലെ ഏറ്റവും നെറികെട്ട കലാപങ്ങളിൽ ഒന്നായിരുന്നു മലിയാന. 28 വർഷങ്ങൾക്ക് ശേഷവും മലിയാന നീറിപ്പുകയുകയാണ്. ഇനിയും നീതി കിട്ടാത്ത ഈ ജനത ആഗ്രഹിക്കുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ തങ്ങളുടെ കേസും കോടതിയിൽ എത്തിയിരുന്നെങ്കിലെന്ന്.